ഈ സജിയേ, എടി ഇങ്ങോട്ട് വന്ന് ഈ കഴുകി വെച്ചേക്കുന്ന ബീൻസ് ഒന്നും അരിഞ്ഞതാടി. നീയൊക്കെ 12:30 ആവുമ്പോ വരുമല്ലോ ചോറുണ്ണാൻ. 12 മണിയായി. ഇന്ന് നോക്കിക്കോ, ഇന്ന് ആ ചോറിന്റെ കൂടെ ഈ ബീൻസ് മുഴുവനത്തെ എടുത്ത് ഞാൻ അങ്ങോട്ട് വെച്ച് തരും. 2 എണ്ണം ഉണ്ട്. ഈ നേരം വരെ ആയിട്ട് കട്ടിലേന്ന് പൊങ്ങിയിട്ടുണ്ടോ നോക്കിയേ. നീയൊക്കെ ഉണന്ന് കാണും, എനിക്കറിയാം. ഞാൻ പറയുന്ന ഒക്കെ കേട്ടോണ്ട് നീയൊക്കെ അവിടെ ഫോണിൽ വെറ്റിലേന്ന് തേച്ചോണ്ട് അവിടെ കിടക്കുവാന്ന് എനിക്കറിയാം. നീയൊക്കെ ഇപ്പൊ കണ്ടോണം, സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ജോലിക്കൊക്കെ ഒന്ന് പോകും. അന്നേരം നീയൊക്കെ 10 കൈയും 4 കാലും വെച്ച് പണി ചെയ്തോളൂ. ഒരു ആഹാരത്തിന്റെ വിലയും എല്ലാം നിനക്ക് മനസ്സിലാവും. നമ്മൾ വീട്ടിൽ കിടന്ന് പറയുന്നതും എല്ലാം മനസ്സിലാവും. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിനക്കൊക്കെ പുച്ഛ. ഇതിനെ കർമ്മയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് തിരിച്ചടിച്ചു കഴിഞ്ഞാലേ നിനക്കൊക്കെ പഠിക്കത്തുള്ളൂ. അന്ന് നിനക്കൊക്കെ മനസ്സിലാവും. അല്ലാതെ ഇപ്പൊ ഞാനൊന്നും മിണ്ടുന്നില്ല. നമ്മളെന്തോ മിണ്ടാനാ? ഈ അടുക്കളക്കെടുത്ത് തീരാനാ എന്റെ വിധി. ഞാൻ എന്റെ സങ്കടങ്ങളൊക്കെ ആരോട് പറയാനാ? ആ അത്തറുള്ളത് കൊണ്ട് വല്ലതും ഒക്കെ കൊണ്ടുവന്ന് എല്ലാവരും അവൾക്ക് കഴിക്കാന് മീൻകറിയില്ലേ ചോറുണ്ണത്തില്ല, തോരനില്ലേ ചോറുണ്ണത്തില്ല, 4 കൂട്ടം കറി വേണം, ചോറ് വേണം, 12:30 വേണം. ഈ അടുക്കളയിലോട്ട് കയറി എന്നെ ഒന്ന് സഹായിക്കാൻ അതും ചെയ്യത്തില്ല. എനിക്ക് ഈ അടുക്കളക്കടുത്ത് കണ്ണീരൊടുക്കി കഴിയാനാ എന്റെ വിധി. നടുവും വയ്യ, ചുമയും പിടിച്ച്. എനിക്കൊരു പഴഞ്ചൊല്ല് ഓർമ്മ വരുവാ സത്യം പറഞ്ഞ. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലു. പഴഞ്ചൊല്ല് പറയാനാണ് എന്റെ ജീവിതം മുഴുവൻ പഴഞ്ചൊല്ല് പറഞ്ഞ് തീരത്തതുവേ ഉള്ളൂ. ഇതുങ്ങളൊന്നും വിറ്റാളൊന്നും നന്നാവാൻ പോകുന്നൊന്നുമില്ല. സ്വന്തമായിട്ട് ഉത്തരവാദിത്വം വന്ന് തലയിൽ കയറുന്നിടം വരെ നീയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അല്ല, ഒരു കണക്കിന് നീയൊക്കെ എന്നെ സഹായിക്കാൻ വരാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് നല്ലത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീൻസ് അരിയുന്ന ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കി അളന്ന് മുറിച്ചു വെക്കും. ആ അളന്ന് മുറിക്കുമ്പോഴത്തേന് വൈകുന്നേരം ആവും നേരം. പിന്നെ വൈകിട്ട് അത്താഴത്തിന് ആ ബീൻസ് തോരൻ വെക്കാനൊക്കത്തുള്ളൂ. അതിനേക്കാളും വേദന ഞാൻ അരിഞ്ഞങ്ങ് വെക്കുന്നതാണ് നല്ലത്. ഇങ്ങോട്ട് വന്ന് സഹായിക്കാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. പാത്രം കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോകം മുഴുവൻ സോപ്പും വെള്ളവും കൊണ്ട് കോരി ഒഴിച്ച് കുളത്തിനകത്ത് കൊണ്ടിട്ട് പാത്രം കഴുകുന്ന പോലെ അങ്ങോട്ട് കഴുകി 4 വഴിക്ക്. പിന്നെ അവിടെ വൃത്തിയാക്കണമെങ്കിൽ ഞാൻ പോകണം. പാത്രം കഴുകി 2-3 പാത്രം, കരിയുള്ള പാത്രം അവിടെ ഇട്ടിട്ട് പോകും. അരിക്കലം തേക്കത്തില്ല, കരിയുള്ള പാത്രങ്ങളൊന്നും തേക്കത്തില്ല, അത് അവിടെ ഇട്ടിട്ട് പോകും. അത് നമുക്ക് വെച്ചേക്കും. ഇങ്ങനെ ആ കരിപ്പാത്രവും അവിടെ എല്ലാം വൃത്തിയാക്കാനാണെങ്കിൽ എന്നാൽ പിന്നെ മുഴുവൻ പാത്രം എനിക്കും കഴുകും. ഇതിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും മനസ്സിലാവത്തുമില്ല. എന്നാൽ കണ്ടറിഞ്ഞു വല്ലതും ചെയ്യുവോ അതുമില്ല. എന്തോ ചെയ്യാനാന്ന് പറ. നമ്മുടെയൊക്കെ വിധി. എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പുറകെ 10 പേര് വീണ്ടും നടക്കണം. എന്നാൽ എനിക്ക് വയ്യോളം പണിയായിരിക്കും. അതിനേക്കാളും ഭേദം ഇച്ചിരി താമസിച്ചായാലും വലിച്ചു പിടിച്ചായാലും ഞാൻ ചെയ്യുന്നതാണ് നല്ലത്. അതായിരിക്കും നല്ലത്. വെറുതെ ഇതുങ്ങളെയൊക്കെ കൊണ്ട് നേരം പോകുന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല. എനിക്ക് പണി കൂടും. വെറുതെ ഞാൻ തന്നെ എൻ്റെ BP കൂട്ടുന്നത്. രാവിലെ BPയുടെ മരുന്ന് കഴിച്ചു നിൽക്കുന്നതാണ്. ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ 10 വട്ടം BPയുടെ മരുന്ന് കഴിച്ചാലും ഹൈ ആയിരിക്കും.